നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയാണ്. സാധാരണ നിലയിലേക്ക് അഫാൻ എത്തുന്നു എന്നുള്ള സൂചനകളൊക്കെ തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരുന്നു. കൂടാതെ ഓക്സിജൻ നൽകിയിരുന്ന ട്യൂബൊക്കെ മാറ്റി ആഹാരം കഴിക്കാനും ശ്വസിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല, എഴുന്നേറ്റ് ഇരിക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ തന്നെ പുരോഗമനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരാഴ്ചക്കിടെയാണ് ഇത്തരത്തിലൊരു ആരോഗ്യ പുരോഗതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതായത് നമുക്കറിയാവുന്നത് പോലെ ജയിലിലെ ശുചിമുറിയിൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. MICUവിലാണ് ഈ ഒരു അഫാനെ പ്രവേശിപ്പിക്കുന്നത്. അതായത് അത്രയും ഗുരുതരമായിരുന്നു അഫാന്റെ ഒരു അവസ്ഥ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. മാത്രമല്ല ഡോക്ടർമാർ പറഞ്ഞത് ഒരുപാട് സമയം എടുക്കും, ചിലപ്പോൾ കിടപ്പ് രോഗിയാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ പലരും ചോദിക്കുന്ന കാര്യം അഫാന്റെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ അഫാന് വേണ്ടിയിട്ട് ഇത്രയും അഫാന്റെ ആരോഗ്യം അറിയാൻ, അല്ലെങ്കിൽ അഫാന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയാൻ എന്തിനാണ് ഇത്രയും ഒരു ഇത് കാണിക്കുന്നത് എന്ന ഒരു ചോദ്യമൊക്കെ പലരും ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഈ കേസിലെ ഏക പ്രതി അഫാനാണ്. അപ്പോൾ കേസ് അന്വേഷണത്തെ അഫാൻ എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും കേസ് അന്വേഷണത്തെ ബാധിക്കും. അപ്പൊ അങ്ങനത്തെ ചില ഒരു ഘടകങ്ങൾ കൂടി ഈ കേസിനുണ്ട്. എന്തായാലും അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതി, ആശാവഹമായ പുരോഗതി ഉണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. ICUവിലാണ്. ഇനി അവിടെ നിന്ന് മാറ്റുക, അതായത് ഈ ഒരു സെൽ റൂമിലേക്ക്, അതായത് ആശുപത്രിയിലെ അവിടത്തേക്ക് മാറ്റും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു തലത്തിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഡോക്ടർമാർ, മെഡിക്കൽ ബോർഡ് യോഗമൊക്കെ ചേർന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നുണ്ട്. അപ്പോ ഇതിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് അന്ന് നടന്നത് എന്താണെന്ന് അഫാൻ ഓർമ്മയില്ല എന്നാണ് അഫാൻ പറയുന്നത്. ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് ആത്മഹത്യ നടന്ന ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നു. അപ്പോ തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് അഫാൻ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഓർമ്മക്കേടുണ്ടോ എന്ന ഒരു കാര്യം അന്വേഷിക്കേണ്ട തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഡോക്ടർമാര് പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു അഫാന് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ഒരു മായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന തരത്തിലൊരു പരിശോധന കൂടി നടത്താൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം ഡോക്ടർമാര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഡോക്ടർമാർ പറയുന്നുണ്ട് ഈ ഓർമ്മക്കുറവുള്ളതിന്റെ ലക്ഷണങ്ങളൊന്നും അഫാൻ കാണിക്കുന്നില്ല. പക്ഷെ അഫാൻ പറയുന്നത് തനിക്ക് അന്നത്തെ ദിവസം താൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലെന്നാണ്. ഇത് കൃത്യമായ ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്നൊരു സംശയം തന്നെ നമുക്ക് ഉദിക്കും. കാരണം വക്കീല് പോലും ആശുപത്രിയിൽ എത്തി കണ്ടിരുന്നു. വക്കീല് പറയുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് അഫാൻ കഴിയുന്നത്, അഫാന്റെ നേരെ ഉണ്ട്, അല്ലെങ്കിൽ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തില്ല, അതിനകത്ത് എന്തോ ഒരു ദുരൂഹത ഉണ്ട്, അത് താൻ പരാതി നൽകുമെന്നൊക്കെയാണ് ഇത്തരത്തിൽ വക്കീല് പറഞ്ഞിരുന്നത്. അപ്പോൾ വക്കീലിന്റെ അറിവോടെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അഫാൻ തനിയെ സൃഷ്ടിച്ചെടുത്തതാണോ എന്നൊരു സംശയം നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം അഫാൻ ഒന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കേസിലെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഓർമ്മയില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഈ കേസുകളെയൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ നിർണായകമായ കാര്യം. എനിക്ക് ആ ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് അഫാൻ പറയുമ്പോൾ വീണ്ടും അഫാൻ ഒരു നാടകം കളിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ സംഭവിച്ച കേസ് വഴിതിരിക്കപ്പെടാം, അല്ലെങ്കിൽ കേസ് മറ്റു രീതിയിലേക്ക് പോകാമെന്നൊന്നും നമുക്കറിയില്ല. പിന്നിൽ വൻ ബുദ്ധികളൊക്കെ ഉണ്ടാകും. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ശുചിമുറിയിൽ സംഭവിച്ച, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടന്ന ദിവസത്തെ ഒന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് അഫാൻ പറയുകയാണ്. പോലീസ് മൊഴിയെടുത്തു, മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരോടാണ് ഈ കാര്യം അഫാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ എന്തായിരിക്കും അഫാൻ പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസ് നിർണായകമായ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. 3 കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ആദ്യ കേസിൽ, അതായത് പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പിറ്റേ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം അഫാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. പിന്നാലെയായിരുന്നു 3ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലായിരുന്നു ഈ പറയുന്ന അഫാന്റെ മൊഴിയെടുക്കലൊക്കെ
മജിസ്ട്രേറ്റ് നടത്തിയിരുന്നത്. അപ്പോൾ അതിലാണ് തനിക്ക് എന്തുകൊണ്ടാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത് തനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായിരിക്കുന്നത്. മാത്രമല്ല ആദ്യമൊക്കെ പുറത്തു വന്നത് ആത്മഹത്യാ ശ്രമത്തിനിടെ അഫാന്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായ കുറവ് സംഭവിച്ചിരുന്നു. മാത്രമല്ല ക്ഷതമേറ്റിരുന്നു, തലച്ചോറിലും അതുപോലെ ഹൃദയത്തിലെ ക്ഷതമേറ്റു എന്ന വിവരങ്ങളൊക്കെ വന്നിരുന്നു. പോലീസുകാരുടെ പ്രാഥമിക ചികിത്സ അവർ നൽകിയത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ വലിയ പ്രശ്നമില്ലാതെ അഫാനെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെ, അത് ഡോക്ടർമാർ വ്യക്തമാകുന്നുണ്ട്. പ്രാഥമികമായിട്ട് കിട്ടേണ്ടുന്ന ഒരു ചികിത്സയും ഒരു ശുശ്രൂഷയും ഒക്കെ അഫാന് കിട്ടി. അതുകൊണ്ടാണ് മരണത്തിലേക്ക് പോകാതെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർമാര് പറയുന്നുണ്ട്. പക്ഷെ വേഗത്തിൽ തന്നെ അഫാന്റെ നിലയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കുറെ കാലം കോമയിൽ കിടക്കും അല്ലെങ്കിൽ കുറെ കാലം എഴുന്നേറ്റ് നടക്കാനാകില്ല എന്ന് പറഞ്ഞ ആ ഒരു നിഗമനത്തിൽ എത്തിയതിൽ നിന്നും ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന തരത്തിലേക്ക് അഫാൻ എത്തിയിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് ബെഡിൽ ഇരിക്കാൻ കഴിയും. നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല, ഇരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ മാത്രമേ എത്തിയിട്ടുള്ളൂ. സോറി, ക്ഷമിക്കണം. അപ്പൊ എന്തായാലും ആ ഒരു തരത്തില് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ആശാവഹമായ പുരോഗതി ഉണ്ട് അഫാന്റെ കാര്യത്തിൽ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രമല്ല അഫാനെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിക്കും. ഇതിനുശേഷമാണ് ഐസിയുവിൽ നിന്ന് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് ഡോക്ടർമാരെ എത്തുക. മാത്രമല്ല ഈ പെരുമാറ്റമൊക്കെ സാധാരണ നിലയിലാണ് അഫാൻ. വേറെ ഒരു അല്ലെങ്കിൽ ജയിലിൽ എത്തിയപ്പോൾ പോലും ഈ അഫാൻ വളരെ സൗമ്യമായിട്ടൊക്കെയാണ് എല്ലാവരോടും ഇടപഴകിയത്. പക്ഷെ ആരുമായിട്ട് അധികം അടുപ്പം ഒന്നും പുലർത്തിയിരുന്നില്ല. ഒരു സംസാരത്തിലൊക്കെ ഒരു മിതത്വം പാലിച്ചിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിക്കുന്നത്. ഈ ഓക്സിജന്റെ സഹായമൊക്കെ അഫാന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എന്താണ് അന്ന് മെയ് 25-ന് പൂജപ്പുര സെൻട്രൽ ജയിലിലെ UTV ബ്ലോക്കിലെ ശുചിമുറിയിൽ സംഭവിച്ചത്? അതിപ്പോഴും അഫാനാണെന്ന് പറയാൻ പറ്റുന്നത്, പക്ഷെ അഫാനൊന്നും ഒന്നും ഓർമ്മയില്ല. അപ്പൊ എന്താണ് സംഭവിച്ചതെന്നത് അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ പ്രതിയെ ഇനി തിരിച്ച് ഒരു ഓക്കെ ആയി ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെ ആയി തിരിച്ച് ജയിലിൽ എത്തിച്ചാലും കൂടുതൽ ഒരു സുരക്ഷ നൽകേണ്ടിയിരിക്കുന്നു. കാരണം ഇതിപ്പോ മൂന്നാമത്തെ ജയിലിലെത്തിയതിനു ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ്, കൊലയ്ക്ക് ശേഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പൊ ഇനിയും അത് ഉണ്ടായിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തി വീണ്ടും അത് കാണിക്കും, അതിനൊരു സംശയം വേണ്ട, അല്ലെ? അത് ഉള്ളിലുള്ള ഒരു വ്യക്തി തീർച്ചയായും, പ്രത്യേകിച്ച് ഈ ഒരു കേസിലെ ഒരു പ്രതി, അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ആത്മഹത്യാ പ്രവണത കാണിക്കാനുള്ള സാധ്യതകൾ ഇനിയും ഉണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ നിരീക്ഷണം ഒക്കെ അഫാന് നൽകേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും 3 കേസുകൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നിർണായകമായ ഘട്ടം കേസ് കോടതിയിൽ എത്തുന്നത്, അപ്പൊ പ്രതി വിചാരണ, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ഇനി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോ കാരണം വിചാരണ സമയത്ത് പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ്. പക്ഷെ ആ സമയത്ത്, അതായത് വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാനിരിക്കുന്നതിന് മുന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. അപ്പൊ പ്രതി ഇപ്പോൾ ആശുപത്രിയിലാണ് കഴിയുന്നത്. അപ്പൊ ഈ ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ, ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതിനനുസരിച്ചായിരിക്കും അഫാൻ പൂർണ്ണമായും അപകടനില തരണം ചെയ്യുക. ഇപ്പോൾ നേരിയ പുരോഗമനം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും അപകടനില തരണം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ പ്രായം കുറവായത് കൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ നൽകി കഴിഞ്ഞാൽ ഇത്തിരി കാലതാമസം എടുത്താലും ഒരു രോഗമുക്തി ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാരും സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഓക്സിജൻ ഈ പേര് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കും, വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കും, അങ്ങനെ പതുക്കെയാണ് അഫാൻ ആ ഒരു അപകടാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിലും വായിലൂടെയും മൂക്കിലൂടെ ഒക്കെ ട്യൂബ് ഇട്ടിരുന്ന അവസ്ഥയായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട്. ക്രമമായ ഇടവേളകളിലൊക്കെ വേണ്ട രീതിയിലുള്ള സ്കാനിങ് ഒക്കെ നടത്തി, അല്ലെ, ആ ഒരു ചികിത്സയൊക്കെ എന്തായാലും ഡോക്ടർമാരൊക്കെ നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ പ്രതിക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഡോക്ടർമാരും എല്ലാവരും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരം എന്നത് അഫാൻ എന്ന് പറയുന്ന പ്രതി, അതായത് 5 പേരെ ദാരുണമായി കൊലപ്പെടുത്തിയ പ്രതിയാണ്. ആ പ്രതിക്ക് കിട്ടേണ്ടത് മരണശിക്ഷ തന്നെയാണ്. അവൻ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? അവനെ എന്തിനാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്? കാരണം ജീവിക്കാനുള്ള 5 പേരുടെ ആ ഒരു 5 പേരുടെ ആ ഒരു അവകാശത്തെ ഇല്ലാതാക്കിയ പ്രതിയാണത്. ആ ഒരു പ്രതി കാരണം പല കുടുംബങ്ങളും ഛിന്ന ഭിന്നമായി. സ്വന്തം കുടുംബം പോലും, അതായത് സ്വന്തം വീട്ടിൽ പോലും കയറാനാകാതെ പിതാവും ഉമ്മയും തെരുവിൽ കഴിയേണ്ട ഒരു അവസ്ഥ. പിതാവ് പോലും അതായത് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയ വീട്ടിലാണ് ആ പിതാവ് കഴിയുന്നത്. ഉമ്മ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ നാമാവശേഷമായി. കൂടാതെ
ഇത്തരത്തിൽ പിതൃ സഹോദരൻ, ഭാര്യ, അപ്പൊ ആ രണ്ട് പെൺമക്കൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കൂടാതെ പെൺസുഹൃത്ത്, അപ്പോൾ അവർക്ക് അവരുടെ മകളെ നഷ്ടപ്പെട്ട വേദനയിലാണ് ആ മാതാപിതാക്കൾ കഴിയുന്നത്. അപ്പൊ അത്തരത്തിൽ ആ കുടുംബങ്ങളെ മുഴുവൻ ചിന്നി ചിതറിച്ച ഒരു പ്രതിനെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവൻ തീർച്ചയായിട്ടും മരിക്കേണ്ടവനാണ് എന്നൊക്കെയാണ് പൊതുസമൂഹത്തിന്റെ വികാരം ഉയർന്നത് തന്നെ. പക്ഷെ എങ്കിൽ പോലും നിയമം അനുശാസിക്കുന്ന ആ ഒരു കൃത്യമായ ശിക്ഷ ആ പ്രതിക്ക് കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അവൻ ജീവനോടെ എത്തി ഇഞ്ചിഞ്ചായി തന്നെ താൻ ചെയ്ത ക്രൂരകൃത്യത്തിന് കൃത്യമായ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് നിയമവ്യവസ്ഥയോടുകൂടി ആദരവ് കാണിക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ, അല്ലെ? അതെ.